ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയുടെ 4 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 5-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മസലുല്ലസീന ഹുമ്മിലുത് തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ ബിഅസ മസലുൽ ഖൗമില്ലസീന കസ്സബൂ ബിആയാതില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് അന്നത്തെ ആ കാലത്തുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ കാലത്തെയും ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനുശേഷം വന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, മസലുല്ലസീന ഹുമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം, അല്ലെങ്കിൽ ഉപമ, അല്ലെങ്കിൽ അവസ്ഥ, വിശേഷണം. ആരുടെ ഉപമ, ആരുടെ വിശേഷണം, ആരുടെ അവസ്ഥ? അല്ലസീന ഹുമ്മിലു. ഹമല എന്ന് പറഞ്ഞാൽ വഹിച്ചു എന്നാണ്. ഹമ്മല വഹിപ്പിച്ചു, അല്ലെങ്കിൽ ചുമതലപ്പെടുത്തി എന്നൊക്കെ അർത്ഥമുണ്ട്. ഹുമ്മില എന്ന് പറഞ്ഞാൽ വഹിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടു. അത് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ ഹുമ്മിലു, അവർ വഹിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ ചുമതല ഏൽപ്പിക്കപ്പെട്ടു. അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ എന്നർത്ഥം കിട്ടും. അപ്പോൾ അല്ലസീന ഹുമ്മിലു, വഹിപ്പിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടവർ. അപ്പോൾ മസൽ ഉദാഹരണം, ആരുടെ ഉദാഹരണം? അല്ലസീന ഹുമ്മിലു, വഹിപ്പിക്കപ്പെട്ടവരുടെ, അല്ലെങ്കിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരുടെ ഉദാഹരണം. ഏതിൻ്റെ ചുമതല? എന്തിൻ്റെ ചുമതല? ആ തൗറാത്തിൻ്റെ. സുമ്മ, പിന്നെ, ലം യഹ്മിലുഹാ, ഹമല വഹിച്ചു, യഹ്മിലു വഹിക്കും, അല്ലെങ്കിൽ വഹിക്കുന്നു. യഹ്മിലൂന, അവർ വഹിക്കും, അവർ വഹിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലം ചേർക്കുമ്പോൾ ലം യഹ്മിലു എന്നാണ് ആവുക, അവസാനത്തെ നൂന് പോവും. ലം യഹ്മിലു, അവർ വഹിച്ചില്ല എന്നർത്ഥം കിട്ടും. അവർ വഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ വഹിച്ചില്ല. ഹാ, അതിനെ. ലം യഹ്മിലുഹ, അവർ അതിനെ വഹിച്ചില്ല, ചുമന്നില്ല. ക മസലിൽ ഹിമാരി, ക പോലെ. മസൽ ഉദാഹരണം, ഉപമ, വിശേഷണം, അവസ്ഥ. അൽ ഹിമാരി, കഴുതയുടെ. ക മസലിൽ ഹിമാരി, കഴുതയുടെ ഉപമ പോലെ. യഹ്മിലു, അത് വഹിക്കുന്നു, ആ കഴുത വഹിക്കുന്നു. യഹ്മിലു, അത് വഹിക്കുന്നു. അസ്ഫാറൻ, സിഫ്ർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അസ്ഫാർ. സിഫ്ർ എന്ന് പറഞ്ഞാൽ വലിയ ഗ്രന്ഥം, മഹാഗ്രന്ഥം. അസ്ഫാർ എന്ന് പറഞ്ഞാൽ മഹാഗ്രന്ഥങ്ങൾ, വലിയ ഗ്രന്ഥങ്ങൾ. ബിഅസ, എത്രയോ ചീത്ത, എത്രയോ മോശം, വളരെ മോശം. ശരിക്കത് മാളിയായ പദമാണ്. വളരെ മോശമായി, അല്ലെങ്കിൽ വളരെ മോശമായിരിക്കുന്നു, വളരെ ചീത്തയായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ബിഅസ എന്നുള്ള പദം അതൊരു ജാമിദായിട്ടുള്ള പദം എന്നാണ് പറയുക. ജാമിദ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറ്റം സംഭവിക്കാത്തതെന്നാണ്. സർഫാക്കാനൊന്നും പറ്റില്ല. സാധാരണ നമ്മൾ ഫഅലാണെങ്കിൽ ഫഅല എന്നൊക്കെ പറഞ്ഞിട്ട് പോകില്ലേ, ആ രൂപത്തിലാക്കാൻ പറ്റാത്ത പദമാണ് ജാമിദായിട്ടുള്ള പദം. ഇതിന് ബീസക്ക് ഈ ഒരു രൂപം തന്നെയുള്ളൂ. ഇതിൻ്റെ മുളാരിയോ അല്ലെങ്കിൽ കൽപ്പനക്രിയ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ഈ മാതിയായി ഒരു രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ. മസലുൽ ഖൗമില്ലസീന കസ്സബൂ ബിആയാത്തില്ല. മസൽ ഉദാഹരണം, അൽ ഖൗമി, ജനതയുടെ. മസലുൽ ഖൗമി, ജനതയുടെ ഉദാഹരണം. ബിഅസ മസലുൽ ഖൗമി, ജനതയുടെ ഉദാഹരണം വളരെ മോശം. എങ്ങനെയുള്ള ജനതയാണ്? അല്ലസീന കസ്സബൂ ബിആയാത്തില്ല. അല്ലസീന, അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ. അതിനി അടുത്ത ഭാഗം കൂടെ പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർത്തിയാവുക. കസ്സബൂ, കസ്സബ
കളവാക്കി. ശരിക്കും കദ്ദബ ബി എന്നാണ് കളവാക്കിക്ക് പറയുക. അതിനുശേഷം ഒരു ബി വരും. ബി ആയാത്തില്ല എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ബി ശരിക്ക് ഈ കദ്ദബ ബി എന്നുള്ളതിൻ്റെ പദപ്രയോഗമാണ്. അപ്പോൾ കദ്ദബ കളവാക്കി, കദ്ദബൂ അവർ കളവാക്കി അല്ലെങ്കിൽ അവർ വ്യാജമാക്കി, അല്ലദീന കദ്ദബൂ കളവാക്കിയവർ, വ്യാജമാക്കിയവർ. അപ്പോൾ ബിഅസ വളരെ ചീത്ത, മസലുൽ ഖൗമില്ലദീന കദ്ദബൂ കളവാക്കിയതായ ജനതയുടെ ഉദാഹരണം, കളവാക്കിയ ജനതയുടെ ഉദാഹരണം വളരെ മോശം. ബി ആയാത്തില്ല, എന്തിനെയാണ് അവർ കളവാക്കിയത്? ബി ആയാത്തില്ല, ആയത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ആയാത്ത്, വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. ആയത്ത് എന്ന് പറഞ്ഞാൽ വചനം അല്ലെങ്കിൽ ദൃഷ്ടാന്തം, ആയാത്ത് വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. ബി ആയാത്തി വചനങ്ങളെ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളെ. ആരുടെ? അള്ളാഹുവിൻ്റെ ആയത്തുകളെ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. വല്ലാഹു, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്. ഒരേ വിഷയം പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ ഒരു പുതിയ കാര്യം പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ചേർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്ന വാവ്. വല്ലാഹു, അള്ളാഹു ആകട്ടെ, അല്ലെങ്കിൽ വെറും അള്ളാഹു എന്ന് മാത്രം പറഞ്ഞാലും മതി. ലാ യഹ്ദി, ഹദാ യഹ്ദി, ഹദാ എന്ന് പറഞ്ഞാൽ നേർമാർഗം കാണിച്ചു, സന്മാർഗം കാണിച്ചു. യഹ്ദി, അവൻ സന്മാർഗം കാണിക്കും അല്ലെങ്കിൽ അവൻ സന്മാർഗം കാണിക്കുന്നു. ലാ യഹ്ദി, അവൻ സന്മാർഗം കാണിക്കുകയില്ല, അവൻ നേർമാർഗം കാണിക്കുകയില്ല. ആർക്ക്? അൽ ഖൗമ, ഒരു ജനതക്ക്. എങ്ങനെയുള്ള ജനതയാണ്? അൽ ളാലിമീൻ, അക്രമികളായ. ലലമ എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തു, ളാലിം അക്രമി, ളാലിമൂൻ അക്രമികൾ. അതിൻ്റെ ഇവിടെ ഗ്രാമർ അനുസരിച്ച് ളാലിമീൻ എന്ന് വന്നു, അർത്ഥം അക്രമികൾ തന്നെ. അപ്പോൾ വല്ലാഹു ലാ യഹ്ദി, അള്ളാഹു നേർമാർഗം കാണിക്കുകയില്ല, അൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനതക്ക്. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ ക മസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. തൗറാത്ത് നൽകപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അത് വഹിപ്പിക്കപ്പെട്ടതിന് ശേഷം അത് വഹിക്കാത്ത ആളുകളുടെ ഉദാഹരണം ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. ബിസ മസുലുൽ ഖൗമില്ലദീന കസ്സബൂ ബി ആയാത്തില്ല. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്ന ജനതയുടെ ഉദാഹരണം എത്ര മോശമാണ്, എത്ര ചീത്തയാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അള്ളാഹു അക്രമികളായ ജനതയെ നേർമാർഗത്തിലാക്കുകയില്ല. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. അള്ളാഹു ഇവിടെ കൃത്യമായിട്ടൊരു ഉദാഹരണം പറയാണ്. ആർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നൊരു ഉദാഹരണമാണിത്. എന്താണ് ആ ഉദാഹരണം? മസലുല്ലദീന ഹുമ്മിലു, വഹിപ്പിക്കപ്പെട്ടവരുടെ, തൗറാത്തിനെ. തൗറാത്ത് എന്നുള്ളത് നമുക്കറിയാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥമാണ്. അത് ആ ഒരു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളായിട്ടുള്ള ആളുകൾ പിന്നീട് വഴിതെറ്റി അവർ ജൂതന്മാർ എന്നുള്ള രൂപത്തിൽ നമ്മളിപ്പോൾ അറിയപ്പെടുന്നു. അവരാ ഒരു തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഏറെ വ്യതിചലിച്ചു പോയി. യഥാർത്ഥത്തിലുള്ള തൗറാത്ത് എന്ന് പറയുന്നത് ഏകനായ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അവനെ ആരാധിക്കുവാനുമുള്ള വേദഗ്രന്ഥമാണ്. ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വേദഗ്രന്ഥമാണ്. ശരി, ഇവിടെ ഹുമ്മിലു എന്ന് പറഞ്ഞു, വഹിപ്പിക്കപ്പെട്ടവരുടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ തലയിലേക്ക് എന്തോ ഒരു വലിയ ഭാരം എന്നുള്ള രൂപത്തിൽ തൗറാത്തിനെ കൊടുത്തു, അവരെ പ്രയാസപ്പെടുത്തി എന്നാണോ? അവർ വഹിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ അവർക്കതങ്ങ് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അല്ല. അത് സത്യത്തിൽ അവർക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്. ആ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളാവുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ അവർ ആ ഒരു യഥാർത്ഥ ഉത്തരവാദിത്വം നിറവേറ്റാതിരുന്ന സമയത്ത് അവർക്കതൊരു ഭാരമായിട്ട് മാറി. അല്ലാതെ അവരുടെ മേലൊരു ഭാരം കൊടുത്തതല്ല. അവർ അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അല്ലെങ്കിൽ അവർ ആ യഥാർത്ഥ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരുന്നപ്പോൾ അവർക്കതൊരു ഭാരമായി മാറി. തൗറാത്ത് എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം അല്ലെങ്കിൽ പദത്തിൻ്റെ അർത്ഥം നിയമാവലി എന്നാണ്. ഈ തൗറാത്ത് എന്നുള്ളത് അറബി പദമല്ല, അത് ഹീബ്രു ഭാഷയിൽ നിന്ന് വന്നതാണ്. ഹീബ്രു ഭാഷയിൽ ഉള്ള പദമാണത്. ഈ വേദക്കാർ എന്ന് നമ്മൾ ആരെയാണ് പറയാറുള്ളത്? വേദക്കാർ, വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ എന്നുള്ള രൂപത്തിൽ പറയാറുള്ളത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് ഉള്ള ആളുകളെ പറ്റി പറയുമ്പോൾ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പറ്റിയാണ് അല്ലേ. അതിൽ ഈ ജൂതന്മാർ എന്നുള്ളത് തൗറാത്തിൻ്റെ അനുയായികളായിട്ടും ക്രിസ്ത്യാനികൾ എന്നുള്ളത്
ബൈബിള് അല്ലെങ്കിൽ ഇഞ്ചീലിൻ്റെ അനുയായികളായിട്ടാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥ ഇഞ്ചീലല്ല അവരുടെ കൈവശമുള്ളത്. ആ യഥാർത്ഥ ഇഞ്ചിയിൽ നിന്ന് അവരതിനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർക്ക് വേണ്ട രൂപത്തിൽ അതിനെ മാറ്റിയെടുത്തു. അതുകൊണ്ടാണ് അവർ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച് പോയത്. അതേപോലെ തന്നെയാണ് തൗറാത്തിൻ്റെയും അവസ്ഥ. ശരിക്ക് പഴയ നിയമങ്ങൾ, പുതിയ നിയമങ്ങൾ, ഇതാണ് വേദക്കാർ അവരുടെ ഗ്രന്ഥങ്ങളായിട്ട് പറയുന്നത്. പഴയ നിയമങ്ങൾ എന്നുള്ളത് കുറേയുണ്ട്. ആ പഴയ നിയമങ്ങൾ, അതായത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, പുതിയ നിയമങ്ങൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഈ പഴയ നിയമങ്ങളിലുള്ള 5 പുസ്തകങ്ങളെ, 5 ഏടുകളെയാണ് തൗറാത്തായിട്ട് പറയുന്നത്. ബാക്കി ആ പഴയ നിയമങ്ങളിൽ മറ്റ് പലതും ഉണ്ട്, അതൊന്നും തൗറാത്തല്ല. അപ്പോൾ പഴയ നിയമങ്ങളിലെ 5 പുസ്തകങ്ങൾ, 5 ഏടുകളെയാണ് തൗറാത്തായിട്ട് പരിഗണിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ആ 5 പുസ്തകങ്ങൾ എന്ന് പറയുന്നത്, 1 ഉൽപ്പത്തിയാണ്, ഉൽപ്പത്തി പുസ്തകം. 2 പുറപ്പാട് പുസ്തകം, ദിനവൃത്താന്തങ്ങൾ 3, അതേപോലെ തന്നെ ലേവ്യ പുസ്തകം 4, സംഖ്യാപുസ്തകം 5. ഈ 5 എണ്ണത്തിന് ചേർത്തിട്ടാണ് തൗറാത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇഞ്ചീൽ എന്നുള്ളത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമാണ്. ആ ഇഞ്ചീലിനെയാണ് പിന്നീട് മാറ്റം വരുത്തി ബൈബിളാക്കി മാറ്റിയത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇഞ്ചീൽ എന്നുള്ളത് ഇന്ന് ലഭ്യമല്ല. അതിൽ ആളുകളുടെ കൈകടത്തലുകളെല്ലാം ചേർത്ത് അതിന് മാറ്റം വരുത്തി. എന്നാൽ അതിൽ പറയുന്ന പല ആശയങ്ങളും ചില കാര്യങ്ങളൊക്കെ ഖുർആനുമായിട്ട് യോജിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഇപ്പോഴും അവർ മാറ്റം വരുത്താത്ത പലതും അതിലുണ്ട് എന്നർത്ഥം. ഇനി എന്താണ് ഇവിടെ പറഞ്ഞത്? തൗറാത്ത് വഹിപ്പിക്കപ്പെട്ടവരുടെ ഉദാഹരണം. അത് ആ തൗറാത്ത് വഹിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ തൗറാത്ത് നൽകി എന്നുള്ളത് മാത്രമല്ല, വഹിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഉത്തരവാദിത്വം നൽകി, അവർക്ക് ആ ഒരു തൗറാത്ത് എന്ന് പറയുന്ന നിയമാവലി അവർക്ക് നൽകി. സുമ്മലം യഹ്മിലുഹ, പിന്നെ അതവർ വഹിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു വേദഗ്രന്ഥം നൽകിയിട്ട് അവരത് ജീവിതത്തിൽ പാലിച്ചില്ല, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ആശയം അവർ ഉൾക്കൊണ്ടില്ല, അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തില്ല. അങ്ങനെയുള്ള ആളുകളുടെ ഉദാഹരണമാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാ ആളുകളെ പറ്റിയല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായിരുന്ന തൗറാത്തിൻ്റെ അനുയായികളായ എല്ലാവരെയും പറ്റിയല്ല. ആ കൂട്ടത്തിൽ അത് ആ ഒരു ഭാരമായിട്ട് അതിനെടുക്കുകയും അത് പിൻപറ്റാതിരിക്കുകയും ചെയ്ത കൂട്ടരുണ്ട്. അവരെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും പറ്റിയല്ല. അങ്ങനെ അതിൽ നിന്ന് പിന്മാറിയവർ, അതായത് ജൂതന്മാർ, അവരുടെ ഉദാഹരണം ക മസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, മഹാഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയെ പോലെയാണ്. എന്താണ് ആ ഒരു ഉപമയുടെ പ്രത്യേകത? ഇത് ഒരു കഴുതയെ പോലെ എന്നൊക്കെ പറയുമ്പോൾ ആ വിഭാഗത്തിനെ ഇകഴ്ത്തി കാണിക്കാനാണോ? അല്ല, അത് ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആ ഉദാഹരണം കൊടുത്താണ്. ആ ഉദാഹരണം വിശദീകരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്താണ് ഒരു കഴുതയുടെ പ്രത്യേകത? ആ കഴുതയെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത് ഭാരം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും യാത്ര ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യാനും ഭാരം കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിൻ്റെ മുകളിൽ സ്വർണം വെച്ച് കൊടുത്താലും അതിൻ്റെ മുകളിൽ വലിയ പാറക്കല്ല് വെച്ച് കൊടുത്താലും അതിൻ്റെ വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. അതിന് എന്താണെങ്കിലും അതൊരു ഭാരം മാത്രമാണ്. അല്ലാതെ അതിന് എന്താണ് അതിൻ്റെ പുറത്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും അങ്ങനെയുള്ള കഴിവൊന്നും അതിനില്ല. അതേപോലെ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നത് വലിയ അമൂല്യമായ ഫലവത്തായ വളരെ വലിയ മഹാഗ്രന്ഥങ്ങൾ അതിൻ്റെ മേലെ കയറ്റി വെച്ചാൽ അത് എന്താണ് എൻ്റെ പുറത്തിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ കഴിയാത്തൊരു ജീവിയാണത്. അതാ ഭാരം അങ്ങനെ കൊണ്ടുപോകുന്നല്ലാതെ എന്താണ് അതിനകത്തിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ അതിനെക്കൊണ്ട് പറ്റില്ല. ഇനി ആ ഒരു ഗ്രന്ഥങ്ങൾ, അതിൻ്റെ പുറത്തിരിക്കുന്ന ഗ്രന്ഥങ്ങൾ കൊണ്ട് ഈ കഴുതയ്ക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ടോ? ഒരു ഉപകാരം കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ കഴുതത് ഉപകാരപ്പെടുത്തുന്നില്ല. ഇനി അത് മാത്രമല്ല, ആ ഒരു ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് ഈ കഴുത നന്നാവാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ നന്നാവാൻ ശ്രമിക്കുന്നുമില്ല. അങ്ങനെ ആ ഒരു തരത്തിൽ തൻ്റെ പുറത്തിരിക്കുന്ന ഈ വേദഗ്രന്ഥം അല്ലെങ്കിൽ വലിയ മഹാഗ്രന്ഥങ്ങൾ ഉപകാരപ്പെടുത്താത്ത ഒരു കഴുതയുടെ ഉപമ പോലെയാണ് തൗറാത്ത് നൽകപ്പെട്ടിട്ടും അത് ജീവിതത്തിൽ പകർത്താതെ, അതിൻ്റെ ആശയം ഉൾക്കൊള്ളാതെ, അതിൽ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന ആളുകൾ, അതിൻ്റെ വാഹകർ, ആ തരത്തിൽ വഹിക്കുന്ന ആളുകൾ. ആശയം വഹിക്കുന്നവരുണ്ട്, യഥാർത്ഥ ഗ്രന്ഥം ആ രൂപത്തിൽ വഹിക്കുന്നവരുണ്ട്. ഗ്രന്ഥം വഹിക്കാൻ ആർക്കും പറ്റും, പക്ഷെ അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് അത് വഹിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. എന്നിട്ട് അള്ളാഹു പറയാണ്, ബിസ മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ, വചനങ്ങളെ കളവാക്കിയവരുടെ ഉപമ എത്ര ചീത്ത. ഇവിടെ ചില പണ്ഡിതന്മാർ
ഈ ബിഅ്സ എന്നുള്ളതിന്, വളരെ മോശം എന്നുള്ളതിന്, ആ കഴുതയേക്കാൾ മോശമാണ് ഇത്തരം ആളുകളുടെ അവസ്ഥ എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതൊരു തരത്തിൽ ശരിയുമാണ്. കാരണം കഴുതയെ സംബന്ധിച്ചിടത്തോളം അതിന് ചിന്തിക്കാൻ അറിയില്ലല്ലോ. തൻ്റെ പുറത്തിരിക്കുന്ന ഗ്രന്ഥത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ളൊരു കഴിവ് അതിനില്ല. അതിന് ആ തരത്തിൽ ബുദ്ധി പ്രയോഗിക്കാൻ കഴിയില്ല. അതേസമയം മനുഷ്യന് അള്ളാഹു ആ തരത്തിൽ ചിന്തിക്കുവാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അവർക്കത് ചിന്തിച്ച് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനൊക്കെ കഴിവുണ്ടായിട്ട് പോലും മനുഷ്യനത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആ കഴുതയേക്കാൾ മോശം എന്ന രൂപത്തിൽ ഈ ഒരു ബിഅ്സ, വളരെ മോശം എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? കസ്സബൂ ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കിയവരാണ്. എന്താണ് അവർ ആയത്തുകളെ കളവാക്കിയത്? തൗറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ തൗറാത്ത് ജീവിതത്തിൽ പകർത്തിയില്ല, അതിലെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇനി ഒന്നും കൂടെ നമ്മൾ ആഴത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ തൗറാത്തിൽ തന്നെ ഉണ്ട് ഒരു അന്ത്യപ്രവാചകൻ്റെ വരവിനെക്കുറിച്ച്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെക്കുറിച്ച്. അത് അറിയുന്നവരാണ് അവർ. ആ ഒരു തൗറാത്തിൻ്റെ അനുയായികളെന്ന് പറയുന്നവർ, ജൂതന്മാർ, അവർക്കറിയാം ഒരു അവസാന പ്രവാചകൻ, ഒരു അന്ത്യപ്രവാചകൻ വരുമെന്ന കാര്യം. അവരത് തന്നെ പറഞ്ഞു നടന്നിരുന്നു. അവരത് ഒരു പ്രവചനമായിട്ട് തന്നെ പറഞ്ഞിരുന്നു, അവരുടെ വേദഗ്രന്ഥത്തിലുണ്ട് എന്ന്. പലപ്പോഴും ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനൊരു അന്ത്യപ്രവാചകൻ വരും, ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കും, ഞങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനൊരു അന്ത്യപ്രവാചകൻ വന്നപ്പോൾ ഇവർ കൃത്യമായിട്ട് പഠനം നടത്തി നോക്കി. ആ തൗറാത്തിൽ പറയുന്ന അതേ പ്രവാചകൻ തന്നെയാണോ ഇത്? എല്ലാ തരത്തിലും അതേ പ്രവാചകൻ തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ എന്നിട്ടും അവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം അവരുടെ ആ ഒരു വിഭാഗത്തിൽ നിന്നല്ല വന്നത്, ആ ഒരു സമൂഹത്തിൽ നിന്നല്ല വന്നത്, അവരുടെ ഗോത്രത്തിൽ നിന്ന് അല്ല വന്നത്. ഇത് മറ്റൊരു ഗോത്രത്തിൽ നിന്നാണ് പ്രവാചകൻ വന്നത്. അവർക്കത് അംഗീകരിക്കാൻ പ്രയാസം. അതുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞു. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ, കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ഈ ഒരു പ്രവാചകനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവർക്കറിയാം ഇത് അവരുടെ തൗറാത്തിൽ പറഞ്ഞ പ്രവാചകൻ തന്നെയാണ് എന്ന്. അതറിഞ്ഞിട്ട് പോലും അവർ കൂട്ടാക്കിയില്ല, അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് ബിഅ്സ എത്ര മോശമാണ്, മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിൻ്റെ ഇത്തരം വചനങ്ങളെ കളവാക്കുന്ന സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയാനുള്ള കാരണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു അക്രമമാണ്. അല്ലാതെ ഒരാളെ ശാരീരികമായിട്ടോ മറ്റോ ആക്രമിക്കൽ മാത്രമല്ല അക്രമം എന്നുള്ളത്. ഇത് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം കൃത്യമായിട്ടത് മനസ്സിലാക്കിയിട്ടും അത് അംഗീകരിക്കാതിരിക്കുക, അതൊരു അക്രമമാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അപ്പോൾ ഇങ്ങനെയുള്ള അക്രമികളെ അള്ളാഹു നിർബന്ധപൂർവം നേർമാർഗത്തിലേക്ക് കൊണ്ടുപോകില്ല. അവരാണ് തീരുമാനിക്കേണ്ടത് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ. അതല്ലാതെ ഇതൊക്കെ ഈ രൂപത്തിലൊക്കെ കൊടുത്തു, വേദഗ്രന്ഥം കൊടുത്തു, കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി, എന്നിട്ട് പോലും അവർ ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവരെ നേർമാർഗത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകില്ല, ആ തരത്തിൽ ഒരു വഴി കാണിക്കൂല. ഇതാണ് ആ ഒരു ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറയുന്ന കാര്യം. ഇനി ഈ ആയത്തിനെ ഒന്നുകൂടെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തിനാണ് പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനൊരു ആയത്ത് ഉൾപ്പെടുത്തിയത്? ഒരു ജൂത സമൂഹത്തെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ തൗറാത്ത് നൽകിയിട്ടും അത് അംഗീകരിക്കാത്ത ആളുകളെക്കുറിച്ച് പറയാനും അവരെ നമ്മൾ മനസ്സിലാക്കാനും വേണ്ടി അത് മാത്രമാണോ? അല്ല, നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി വേണ്ടിയാണ്. വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ട് അല്ലെങ്കിൽ അള്ളാഹു കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ട് അത് അംഗീകരിക്കാതെ, അത് ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന ആളുകൾ എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത്തരം ആളുകളെ അള്ളാഹു എങ്ങനെയാണ് ഉപമിച്ചത്? അപ്പോൾ ഇത് അവിടേക്ക് മാത്രം പോകുന്ന കാര്യമല്ല, മുസ്ലിങ്ങളിലേക്ക്, നമ്മളിലേക്ക് തന്നെ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ നമുക്ക് അള്ളാഹു നൽകിയിട്ട് ആ ഗ്രന്ഥം നമ്മളിങ്ങനെ ചുമന്ന് നടക്കുകയാണ്. പക്ഷെ അതിൻ്റെ ആശയം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ, പരിശുദ്ധ ഖുർആൻ നമ്മളിങ്ങനെ വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്, അതിങ്ങനെ ചുമന്നു കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആശയം ചുമന്നു കൊണ്ടുപോകുന്നുണ്ടോ? അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ പറഞ്ഞ ഗണത്തിൽ നമ്മളും പെടുമെന്നർത്ഥം. അതുകൊണ്ടാണ് ഇങ്ങനൊരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയത്. നമ്മൾ വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മുടെ കയ്യിൽ പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല എങ്കിൽ, ആ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്, ഗ്രന്ഥം നമ്മളങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. നമ്മളും ആ ആശയത്തെ കളവാക്കുന്നവരാണ്. കളവാക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കിട്ടിയിട്ട്, അതൊക്കെ മനസ്സിലായിട്ട് അതനുസരിച്ച് ജീവിക്കാതിരിക്കുക, അതാണ് ഈ കളവാക്കൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കിയവർ എന്നിവിടെ അള്ളാഹു പറയുമ്പോൾ അത് ഒരു ഉപമയാണ്. ആ ഉപമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിന് അള്ളാഹു ഇങ്ങനൊരു ഉപമ നൽകി?
ആ ഉപമ നൽകിയത് ഒരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ആ സമൂഹത്തെ പോലെ ആകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അന്ന് അവർക്ക് സംഭവിച്ച പോലെ അല്ലെങ്കിൽ അവർ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യരുത്. അവർക്ക് ഗ്രന്ഥം നൽകി, മഹത്തായ ഗ്രന്ഥം നൽകി, പക്ഷേ അതനുസരിച്ച് ജീവിക്കാൻ അവർ താല്പര്യപ്പെട്ടില്ല. അങ്ങനെ ഒരു ഗ്രന്ഥം അവർക്ക് നൽകിയതിൻ്റെ ഉപകാരം, അതിൻ്റെ പ്രയോജനം അവർ എടുത്തില്ല. അതുപോലെ നിങ്ങളാവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ആ പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. അപ്പോൾ മാത്രമേ ഈ ഗണത്തിൽ നമ്മൾ പെടാതിരിക്കുള്ളൂ. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് എന്നർത്ഥം. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. മസലുല്ലദീന ഹുമ്മിലു, മീമിൻ്റെ ശബ്ദ് മണിക്കണം. അത്തൗറാത്ത സുമ്മ, മീമിൻ്റെ ശബ്ദ് മണിക്കുക. ലം യഹ്മിലുഹ ക മസലിൽ ഹിമാരി, അവിടെ റോഇന് കസ്ർ, രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. യഹ്മിലു അസ്ഫാറൻ എന്നാണ്. അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ അസ്ഫാറൻ എന്ന് പറഞ്ഞിട്ടല്ല നിർത്തുക, അസ്ഫാറ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. ഫത്തഹ് തൻവീന് കാണുന്ന സ്ഥലത്ത് പാരായണം നിർത്തേണ്ടി വന്നാൽ ആ ഫത്തഹ് തൻവീനിനെ ഫത്തഹ് ആണെന്ന് വിചാരിക്കുക, എന്നിട്ട് രണ്ടക്ഷരം നീട്ടുക. അപ്പോൾ അസ്ഫാറൻ, അവിടെ റൻ ഫത്തഹ് തൻവീനല്ലേ, അത് ഫത്തഹ് ആണെങ്കിലോ അസ്ഫാറ, അത് എന്നിട്ട് കുറച്ച് നീട്ടുക, അസ്ഫാറ, ആ രൂപത്തിലാണ് നീട്ടുക. അതിനെ മദ് എഴുപത് എന്നാണ് പറയുക. ഇനി അവിടെ പാരായണം നിർത്തുന്നില്ല എന്നുണ്ടെങ്കിലോ അങ്ങനെയും ഓതാലോ. അങ്ങനെയാണെങ്കിൽ അസ്ഫാറൻ എന്ന് പറഞ്ഞിട്ട് തന്നെ, പക്ഷേ അപ്പോൾ അടുത്ത അക്ഷരം നോക്കണം. അടുത്ത അക്ഷരം ബിസ എന്നുള്ളതിൽ ബ ആണ്. അപ്പോൾ അവിടെ കൂട്ടി ഓതുന്ന സമയത്ത് അസ്ഫാറം ബി, ബാഇൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ഇഖ്ലാബാണ് നിയമം. ആ തെൻവീനിനെ മീമാക്കിയിട്ട് മാറ്റണം, നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റുക. അപ്പോൾ ഇഖ്ലാബാണ് നിയമം. അപ്പോൾ അസ്ഫാറം ബി, അസ്ഫാറൻ എന്നല്ല, അസ്ഫാറം മീമിലേക്കാണ് പോകേണ്ടത്. അസ്ഫാറം ബിസ. മസലുൽ ഖൗമില്ലസീന കസ്സബു ബി ആയാത്തില്ല, അവിടെയും ഒരു ജീമ് കാണാം ആയാത്തില്ല കഴിഞ്ഞിട്ട്. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. ഇനി അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ആ ആയാത്തില്ല എന്നുള്ള ആ ഒരു അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തെ ഹാഇനെ സുക്കൂനുള്ള ഹ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആയാത്തില്ല, അങ്ങനെ സുക്കൂൻ അതിന് കൊടുക്കുമ്പോൾ തൊട്ട് മുമ്പത്തെ ആ ഒരു നീട്ടൽ, ആ ലാ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം, നിർബന്ധമല്ല, വേണമെങ്കിൽ അങ്ങനെ നീട്ടാം. അപ്പോൾ ബി ആയാത്തില്ല. ഇനി അവിടെ നിർത്താതെ ഓതുകയാണെങ്കിലോ, അപ്പോൾ അവിടെ എഴുതിയ പോലെ തന്നെ ബി ആയാത്തില്ലാഹി വല്ലാഹു, അങ്ങനെ ഓതി പോവാം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അവസാനത്തെ നൂന് സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പത്തെ ആ മീ എന്നുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലാണ്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ ബിഅസ മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബിആയാത്തില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇനി ഈ ഒരു ആയത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ മസലുല്ലദീന, മസൽ എന്നുള്ളതിനെ അല്ലദീനയിലേക്ക് ചേർത്തിരിക്കുകയാണ്. ശരിക്കും അല്ലദീന തുടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ പറയുമ്പോൾ ഈ അല്ലദീന എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, മസൽ എന്നുള്ളത് മുലാഫാണെന്ന് പറയും. അല്ലദീന എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, പക്ഷേ അവിടെ ജെറിൻ്റെ അടയാളം കെസറായിട്ട് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അവിടെ അത് ജെറ് കിട്ടിയ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ മബിനി ആയതുകൊണ്ട് അങ്ങനെ എഴുതാനേ പറ്റുള്ളൂ എന്ന് പറയും. അവിടെ നമുക്ക് കെസർ ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല അല്ലദീനക്ക്. അല്ലദീന അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. ഹുമ്മിലു തൗറാത്ത, ഈ ഹുമ്മിലു എന്ന് പറയുമ്പോൾ അത് മജ്ഹൂൽ രൂപമാണ്. ഹമ്മല വഹിപ്പിച്ചു, ഹുമ്മില വഹിപ്പിക്കപ്പെട്ടു. ഇനി എന്തിനെയാണ് വഹിപ്പിക്കപ്പെട്ടത്? തൗറാത്ത, അത് മഫൂലും ബിഹിയുടെ സ്ഥാനത്താണ്, ഇസ്മ അലമാണ്, നെസ്ബ് കിട്ടിയ അവസ്ഥയിലാണ് ഇത് ഉള്ളത്. സുമ്മ ലം യഹ്മിലുഹ, യഹ്മിലൂന എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ അതിന് ജസ്മ് കിട്ടണം. ലം എന്നുള്ളത് മുലാരിയായിട്ടുള്ള ഏതൊരു ക്രിയയുടെ മുമ്പിൽ വന്നാലും ആ മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. ഇപ്പോൾ യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നാൽ ലം യക്തുബ് എന്നാണ് ആവുക. അവസാനത്തിൽ സുക്കൂന് കൊടുത്തിട്ടാണ് സാധാരണഗതിയിൽ ജസ്മ് കൊടുക്കുക, പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ യഹ്മിലൂന എന്നുള്ളത് അല്ലെങ്കിൽ യക്തുബൂന അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ വാവും നൂനും വരുന്ന രൂപത്തിലുള്ള മുലാരിയായിട്ടുള്ള ക്രിയകളാണെങ്കിൽ അവസാനത്തെ നൂന് പോവും. അപ്പോൾ ലം യഹ്മിലൂ എന്നേ ഉണ്ടാവുള്ളൂ, ലം യഹ്മിലൂന എന്ന് പറയില്ല. ജസ്മ് കൊടുക്കുന്ന രൂപം അങ്ങനെയാണ്, ആ നൂനിനെ കളഞ്ഞിട്ടാണ് ജസ്മ് കൊടുക്കുക. ഇനി ക മസലിൽ, ആ ക എന്നുള്ളത് ഹർഫ് ജറാണ്. മസൽ എന്നുള്ളതിന് മസലി എന്നാവാനുള്ള കാരണം ആ ഒരു ഹർഫ് ജറ് വന്നുകൊണ്ടാണ്. അപ്പോൾ ക മസലി അത് ജാർ മജ്റൂർ എന്ന് പറയാം. അതായത് ക എന്നുള്ളത് ജാറാണ്, അതായത് ജറ് ചെയ്യുന്ന ഹർഫാണ്. മസൽ എന്നുള്ളത് ജറ് ചെയ്യപ്പെട്ട ഇസ്മാണ്, അപ്പോൾ ജാർ മജ്റൂർ എന്ന് പറയും. അൽ ഹിമാർ,
അവിടെ ആ ഹിമാർ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. കാരണം മസൽ എന്നുള്ളതിനെ ഹിമാറിലേക്ക് ചേർത്തു. മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ് ഹിമാർ എന്നുള്ളതിന് ഹിമാരി അവസാനത്തിൽ കസ്ർ ഇട്ടത്. കാരണം മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. യഹ്മിലു അസ്ഫാറ, യഹ്മിലു അത് ചുമക്കുന്നു. എന്തിനെയാണ് ചുമക്കുന്നത്? അസ്ഫാറൻ, ഗ്രന്ഥങ്ങളെ. അപ്പോൾ അസ്ഫാർ എന്നുള്ളത് മഫൂലും ബിഹിയാണ്, അതുകൊണ്ടാണ് അസ്ഫാറൻ ഫത്ത തൻവീൻ ഇട്ടത്. അത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബിസ, ബിസ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ജാമിദ് ആയിട്ടുള്ള ഒരു മാളിയായ പദമാണ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു മാറ്റവും വരില്ല. അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. മറ്റ് രൂപങ്ങളൊന്നും അതിനില്ല. മുലാരിയോ അമ്രോ ആ തരത്തിലുള്ള രൂപങ്ങളൊന്നും അതിനില്ല. ബിസ മസലു, ആ മസൽ എന്നുള്ളത് ഫായിലാണ്. ബിസ എന്നുള്ള മാളിയായ ആ ഒരു ക്രിയയുടെ ഫായിലാണ് മസൽ എന്നുള്ളത്. ഇനി ആ മസൽ എന്നുള്ളതിനെ അൽ ഖൗം എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ അൽ ഖൗം എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയായി. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ടാണ് അൽ ഖൗമി എന്നെഴുതിയത്. ഇനി അല്ലസീന കസ്സബു ബി ആയാത്തില്ല, ആയാത്ത് എന്നുള്ളതിൻ്റെ മുമ്പിൽ ബി വരുമ്പോൾ ആയാത്ത് എന്നുള്ളതിന് ജറ് കിട്ടണം. ബി എന്നുള്ളത് ഹർഫ് ജറാണ്. അതുകൊണ്ട് ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. ആയാത്ത് അലിഫും താവും കൊണ്ടുള്ള ഇസ്മാണ്, അല്ലെങ്കിൽ ബഹുവചന രൂപങ്ങളാണ്. അത്തരം രൂപങ്ങൾക്ക് ജറ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും കെസറാണ് ഇടുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു കെസർ കണ്ടതുകൊണ്ട്, ആയാത്തി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു കെസർ കണ്ടതുകൊണ്ട് അത് ജറാണെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. നെസ്ബ് കൊടുക്കേണ്ടി വന്നാൽ, ഫത്ത് കൊടുക്കേണ്ടി വന്നാലും അവിടെ കെസർ തന്നെയാണ് ഇടുക. അതായത് ആയാത്ത എന്ന് പറയില്ല. അങ്ങനെ ഫത്ത് കൊടുക്കേണ്ട സന്ദർഭം വന്നാൽ, അല്ലെങ്കിൽ നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാൽ അപ്പോഴും കെസറാണ് കൊടുക്കുക. ഇവിടെ നമുക്കത് കെസർ തന്നെയാണെന്ന് പറയാം. കാരണം ബി എന്നുള്ളത് വന്നു, ബി ഹർഫ് ജറാണ്, കെസർ കൊണ്ടാണ് ഇവിടെ ആ ഒരു ജറ് കാണിച്ചത്. ഇനി ആയാത്ത് എന്നുള്ളതിനെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലൈഹിയായി. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. സാധാരണ കെസർ കൊണ്ടാണ് കാണിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കെസർ ഇട്ട് കൊടുത്ത് അള്ളാഹി ഇല്ലാഹി എന്നുള്ള രൂപത്തിലേക്ക് മാറിയത്. അതുകൊണ്ടാണ് വല്ലാഹു ലാ യഹ്ദി അൽ ഖൗമ, അൽ ഖൗമ എന്നുള്ളത് മഫൂലും ബിഹിയാണ്. അതുകൊണ്ടാണ് ഫത്ത് ഇട്ടിട്ട് അവസാനത്തിൽ ഫത്ത് ഇട്ട് എഴുതിയത്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. ഇനി ആ അൽ ഖൗം എന്നുള്ള ആ ഒരു പദത്തെ വിശേഷിപ്പിക്കുന്ന പദം സിഫത്ത് അല്ലെങ്കിൽ നാഴത്ത്, അതാണ് അല്ലാലിമീൻ എന്നുള്ളത്. അപ്പോൾ ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. അതുകൊണ്ട് അൽ ഖൗമ അൽ-ളാലിമീൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയത് ഒന്ന് മറ്റൊന്നിൻ്റെ വിശേഷണമായതുകൊണ്ടാണ്. അൽ ഖൗമുൽ ളാലിമീൻ. തുടക്കത്തിൽ അലിഫ്ലാമുണ്ട് രണ്ടും നെസ്ബ് കിട്ടിയ അവസ്ഥയിലാണ്. കാരണം അൽ ഖൗമ എന്ന് പറയുമ്പോൾ നെസ്ബാണ്, അവസാനം ഫത്ത് ഇട്ടുകൊണ്ട്. ളാലിമൂൻ എന്ന് പറഞ്ഞാൽ അത് റഫായി മാറും. ളാലിമീൻ എന്ന് പറയുമ്പോഴാണ് നെസ്ബും ജറുമായിട്ട് മാറുക. അപ്പോൾ നെസ്ബ് കൊടുക്കണമെങ്കിലും ജറ് കൊടുക്കണമെങ്കിലും ളാലിമീൻ, റഫ് കൊടുക്കണമെങ്കിൽ ളാലിമൂൻ. അപ്പോൾ ഇവിടെ അൽ ഖൗം എന്നുള്ളതിൻ്റെ വിശേഷണമാണ് ളാലിമീൻ. അതുകൊണ്ട് അൽ ഖൗം എന്നുള്ളതിൻ്റെ രൂപം എങ്ങനെയാണോ അതേ രൂപത്തിലെ ളാലിമീൻ എന്നുള്ളതും എഴുതാവൂ, അല്ലെങ്കിൽ ളാലിമൂൻ എന്നുള്ളതും എഴുതാവൂ. അൽ ഖൗം എന്നുള്ളതിന് നെസ്ബ് കിട്ടിയതുകൊണ്ട് ആ ളാലിമൂൻ എന്നുള്ളതിന് നെസ്ബ് കൊടുത്തു. അപ്പോൾ ളാലിമൂൻ എന്നുള്ളതിന് നെസ്ബ് കൊടുക്കുമ്പോൾ ളാലിമീൻ എന്നായി മാറി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.